യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച ഗൺമാന്മാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തുടർഭരണം സിപിഎമ്മിനെ ജീർണാവസ്ഥയിലെത്തിച്ചുവെന്നും സിപിഎം ഗുണ്ടായിസത്തെ ഭയപ്പെടില്ലെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത്ര ദിവസമായിട്ടും ഇവര് പോലീസിന് മുമ്പിൽ ഹാജരാകാൻ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായി നടക്കുകയാണ്. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. രണ്ട് ഗൺമാന്മാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ്. അവർ വരുമെന്ന് നോക്കാം. ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെവിടില്ല. കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഒരു കാരണവശാലും വെറുതെ വിടില്ല. അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായി ഇരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല. ഞങ്ങൾ നോക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. എത്രയോ ദിവസം മുൻപ് കേസെടുക്കണമെന്ന കോടതി ഉത്തരവിനെ ഇവർ അവഗണിക്കുകയാണ്. കോടതിയെ മുഖവിലക്കെടുക്കാതെയാണ് ഇവർ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്നത്. ഒരു കാരണവശാലും പ്രതിപക്ഷം ഇവരെ വെറുതെ വിടില്ല. സിപിഎമ്മിന്റെ ഇഷ്ടപ്രകാരമാണ് നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത്. തുടർഭരണം ലഭിച്ചതിലൂടെ സിപിഎം സംവിധാനം ജീർണിച്ചു. കേരളത്തിൽ അടുത്തിടെ നടന്ന 2 ആത്മഹത്യകൾക്ക് കാരണക്കാർ സർക്കാരാണ്. 2 ആത്മഹത്യകളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. ഒന്ന് മാവേലിക്കരയിൽ, കൊല്ലത്ത് ഒരു APP ആത്മഹത്യ. അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവരെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ്, അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയുള്ള പ്രോസിക്യൂഷൻ സംവിധാനം എന്ന് പറയുന്നത് അട്ടിമറിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളാണ് സംസ്ഥാനം ഭരിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, മര്യാദയ്ക്ക് അവരോട് പറയുന്നത്. അപ്പം ഈ അധികാരം, ഈ തുടർഭരണം എത്രമാത്രം CPMന്റെ സംവിധാനങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു, ജീർണിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീയായ ഒരു APPക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. APPയുടെയും ചക്കിട്ടപ്പാറ ഭിന്നശേഷിക്കാരനായ വയോധികന്റെയും ആത്മഹത്യകൾ സർക്കാരിന്റെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. APPക്കുണ്ടായ കടുത്ത സമ്മർദ്ദമാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സത്യസന്ധമായി ജോലി ചെയ്യാൻ അവരെ സംവിധാനങ്ങൾ അനുവദിച്ചില്ല. ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത്. ഇടതുഭരണത്തിൽ ജനം വീർപ്പുമുട്ടുകയാണ്. സദ്ഭരണമല്ല കേരളത്തിൽ നടക്കുന്നതെന്നും ദുർഭരണമാണിവിടെയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല, അതുപോലെ നമ്മുടെ സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു, വികസന പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു. എല്ലാം സംസ്ഥാനത്ത് സ്തംഭിച്ചു നിൽക്കുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവർ ഈ നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷം 4 കർഷകർ ആത്മഹത്യ ചെയ്തു. നെൽകർഷകർക്ക് പണം കിട്ടുന്നില്ല, നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. എല്ലാ കാർഷിക മേഖലയിലും വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖല മുഴുവൻ വലിയ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു. വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് മനുഷ്യർ, കൃഷിക്കാർ. അവരെ നോക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ഒന്നും സർക്കാരില്ല. സർക്കാരിൻ്റെ ഒരു പ്രസൻസ് ഒരു സ്ഥലത്തില്ല. ദുർഭരണമാണ് നടക്കുന്നത്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം നടക്കേണ്ട സ്ഥലത്ത് ദുർഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മസാല ബോണ്ട് വിഷയത്തിൽ വേണമെങ്കിൽ കോടതിയിൽ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനം വിശ്വാസത്തെ വിൽക്കാറില്ല. ശശി തരൂരിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.